യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ തലക്കെട്ട് ജസ്റ്റ് എ റിമൈൻഡർ എന്നാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇന്ന് അച്ഛനെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഒരു സ്ഥിരതയുണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. ചിലർ ചില ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ട് ധ്യാനം കൂടി തിരിച്ചു വരുമ്പോൾ പതിവില്ലാത്ത പ്രാർത്ഥനയാണ്. അതൊരാഴ്ച ഉണ്ടാകാറുള്ളൂ, പിന്നെ പ്രാർത്ഥനയില്ല. ചിലർ ധ്യാനപ്രസംഗം കേട്ട് കഴിഞ്ഞാൽ 1-2 ആഴ്ച വലിയ പ്രാർത്ഥനയാണ്, പിന്നീട് പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു സ്ഥിരതയുണ്ടായിരിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും: പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ബി പേഴ്സിസ്റ്റന്റ് ഇൻ പ്രയർ. ചിട്ടയായൊരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രാർത്ഥനയിൽ മടുപ്പ് അനുഭവിക്കുന്നവരാണ് നാം. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ കാണും, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ വെള്ളം ആവശ്യമാണ്, ആഹാരം ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും ഈ ലോകത്തിൽ ജീവിക്കാൻ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ, ചിട്ടയായി, ക്രമമായി നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ എന്നും പരിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം. വിശുദ്ധ കുർബാനയിൽ എന്നും പങ്കെടുക്കണം. ഒരു ജപമാല ചൊല്ലണം, സമ്പൂർണ്ണ ജപമാല. സന്തോഷ രഹസ്യങ്ങളും പ്രകാശ രഹസ്യങ്ങളും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ ജപമാല എന്നും ചൊല്ലി പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ കരുണയുടെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അല്പസമയം ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം. വ്യക്തിപരമായിട്ട് അല്പസമയം ഈശോയുടെ അടുത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്നും ചിട്ടയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള മക്കളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ മനോഹരമായിട്ട് തീരും. നമുക്ക് ഇന്നേ ദിനം അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മുടങ്ങിയിരിക്കുന്ന മക്കൾ, ഇന്നു മുതൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുക. നീ ശക്തിയുള്ള ഒരു മകനായിട്ട് മാറും. നീ അഭിഷേകമുള്ള ഒരു മകളായിട്ട് മാറും. നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഇന്നു മുതൽ കൂടുതലായിട്ട് ആരംഭിക്കാം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ തടസ്സം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഇന്നു മുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് ലഭിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.